വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോ, നിങ്ങൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ എങ്ങനെ ഇവിടെ കോഴ്സ് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ തൊട്ട് ഈവൻ ജർമ്മനിയിൽ വന്നതിന് ശേഷവും വരെയുള്ള എക്സ്പെൻസുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഏതൊരു സ്റ്റേജിലാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിൽ മാസ്റ്റേഴ്സിന് പോകാനൊക്കെ ആയിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യം നിങ്ങൾ ജർമ്മനിയിൽ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യമാണ്. അതായത് ആദ്യമേ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വിസ പ്രോസസ്സിങ്ങിൻ്റെ ഒരു സമയമാകുമ്പോഴേക്കുമാണ് ഈ ഒരു പൈസ റെഡിയാക്കി വെക്കേണ്ടത്. പക്ഷെ ഇത് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു എമൗണ്ടാണ്. ഈവൻ ദോ ഇപ്പോൾ നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായി പറ്റുന്ന ഒരു എമൗണ്ടാണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ആൻഡ് ഇത് ഇപ്പോൾ നിലവിലത്തെ നിയമപ്രകാരം ഒരു മാസം 934 യൂറോയാണ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അങ്ങനെ 12 മാസം, അതായത് ഇൻ ടോട്ടൽ 11,208 യൂറോസാണ് നമ്മൾ ഒരു വർഷത്തോട്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് മാറ്റി വെക്കേണ്ട ഒരു എമൗണ്ട്. ഇനി എങ്ങനെയാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് റെഡിയാക്കുന്നത്, എങ്ങനെ നമുക്ക് ആ പൈസ കിട്ടും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ജർമ്മനിയിലോട്ട് നിങ്ങൾ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോകും. അത് മെയിനായിട്ടും പോകാൻ പോകുന്നത് എന്തിനൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി റിലേറ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് IELTS വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ തന്നെ പഠിക്കുവാണ്, അതല്ല നിങ്ങൾ വേറൊരു അക്കാദമിയിൽ പോയാണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഫീസ് ഉണ്ടായിരിക്കും. പ്ലസ് IELTS എക്സാമിനൊരു ഫീസ് ഉണ്ടായിരിക്കും. ഇനി അതുകൂടാതെ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു ഫീസ് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് വരുന്ന ഒരു എക്സ്പെൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് APSൻ്റെ പ്രൊസീജിയർ ടൈമിൽ വരുന്ന എക്സ്പെൻസ് ആണ്. APSനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എഗെയിൻ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ APSലും നിങ്ങൾക്ക് പൈസ ചിലവുണ്ടാകും. APSൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 18,000 റുപ്പീസാണ് APSൻ്റെ പ്രൊസീജിയറിൻ്റെ ഫീസ്. ആൻഡ് ഈ ഒരു പൈസ എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവിടെ കോഴ്സ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ യൂണിഅസിസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ഫീയുടെ എമൗണ്ട് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ടോട്ടൽ ഡിപ്പെൻസ് അപ്പോൺ നിങ്ങൾ എത്ര കോഴ്സാണ് രജിസ്റ്റർ ചെയ്യുന്നത്, നിങ്ങൾ എത്ര യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് കോഴ്സാണോ ആദ്യം അതിൻ്റെ ഒരു കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്നത്, ആ കോഴ്സിന് 75 യൂറോസാണ്. ബാക്കി വരുന്ന കോഴ്സുകൾക്ക് 30 യൂറോസ് വെച്ചിട്ടാണ് അവർ ഫീസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര കോഴ്സാണോ ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ 3 കോഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യത്തെ കോഴ്സിന് 75 യൂറോസാണ്, ബാക്കി വന്നിരിക്കുന്ന കോഴ്സുകൾക്ക് 30 യൂറോസാണ്. ആൻഡ് ഇൻ സം ടോട്ടൽ അവിടെ യൂറോസിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിത്തൗട്ട് ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ബിക്കോസ് എൻ്റെ പ്രൊസീജിയർ എല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. നിങ്ങളൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളിപ്പം കോഴ്സ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ശരിക്കും എത്ര രൂപയാകും, അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയറിലും എത്രയാകും എക്സ്പെൻസ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും. ആ ഒരു പ്രോസസ്സിന് കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളിതൊരു ഏജൻസിയിലെ ഏൽപ്പിക്കുന്ന ടൈമിൽ അവരിതെല്ലാം ചെയ്തിട്ട് അവർ ഒരു ടോട്ടൽ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ മാക്സിമം എല്ലാവരും തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ ശേഷം വരുന്ന എക്സ്പെൻസിനെ കുറിച്ചാണ്. ഇത് പറയുന്നത് സെമസ്റ്റർ ഫീസാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാം അറിയാം, ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നതിന് ട്യൂഷൻ ഫീസ് ഇല്ല, പക്ഷേ സെമസ്റ്റർ ഫീസ് ഉണ്ട്. അതായത് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഇത്ര എമൗണ്ട്, ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഒരു 300 അറൗണ്ട് ഒരു യൂറോ, അത്രയും ഒരു യൂറോസാണ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആയിരിക്കും.
അത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു താമസിക്കാൻ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ റെൻറ്റും അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന കോഷൻ ഡിപ്പോസിറ്റും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു റെൻ്റ് എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പ് ഉണ്ടാകും. വിത്തൗട്ട് ഹീറ്റിങ്ങും ഉണ്ട്, വിത്ത് ഹീറ്റിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ റൂം നോക്കാനായിട്ട്. ആൻഡ് ഞാനത് കറക്റ്റ് ഇത്രയാകുമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഓരോ സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ സിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ ബിൽഡിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അങ്ങനെ കുറേ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുള്ളത്, നിങ്ങൾ ശരിക്കും സൂക്ഷിച്ച് ചെയ്തില്ല എങ്കിൽ പണി കിട്ടാൻ പോകുന്നൊരു കാര്യമാണ് ഈ അക്കോമഡേഷൻ. ബിക്കോസ് എനിക്കറിയാവുന്ന ഒരാൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഓൾറെഡി വേറൊരു റൂം എല്ലാം ഉറപ്പിച്ച് റെൻറ്റും കോഷൻ ഡിപ്പോസിറ്റും എല്ലാം കൊടുത്തു. എന്നിട്ട് ജർമ്മനിയിൽ വന്ന സമയത്താണ് അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ആൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത്. പിന്നെ ആൾ കുറേ കഷ്ടപ്പെട്ട് ഒരു റൂം അന്വേഷിച്ച് കുറേ നടന്നു. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ആൻഡ് ഈ ഒരു അക്കോമഡേഷന് റിലേറ്റഡ് ആയിട്ടും ഞാൻ വേറൊരു ഇൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഈ ഒരു സെക്ഷനിൽ ഏറ്റവും വലിയൊരു ഹ്യൂജ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതായത് വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്താണ്. ഈ ഒരു സമയത്താണ് ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്ത ബ്ലോക്ക്ഡ് അക്കൗണ്ട് നിങ്ങൾ റെഡിയാക്കേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടായിരിക്കും. അതായത് ഈ നിലവിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് 75 യൂറോസ് ആണ് നിങ്ങളുടെ പ്രോസസ്സിംഗ് ഫീസ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 6,600 ഇന്ത്യൻ റുപ്പീസിൽ അത്രയും പൈസയാണ് വിസ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 മേജർ എക്സ്പെൻസ് ആണ് വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് വരുന്നത്. പിന്നീട് ഇപ്പോൾ നിങ്ങളിപ്പോൾ VFS ഒക്കെ ത്രൂ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്രീമിയം വേണമെങ്കിൽ അതിൻ്റെ ഒരു അഡീഷണൽ കോസ്റ്റും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഷോപ്പിംഗ് റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. ആൻഡ് അതറിയാലോ, അത് ഓരോരുത്തരുടെ ബഡ്ജറ്റും എല്ലാം അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു എക്സ്പെൻസ് ആണ്. അത് നിങ്ങളിപ്പോൾ നേരത്തെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ച് പൈസ അവിടെ ലാഭിക്കാം, അത്രേ ഉള്ളൂ. ഇനി ഡിസ്കസ് ചെയ്യുന്ന എക്സ്പെൻസ് ഒക്കെ നിങ്ങളിവിടെ ജർമ്മനിയിൽ വന്ന ശേഷമുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്ന റെൻ്റാണ്. അതായത് ഇവിടുത്തെ മേജറായിട്ട് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് റെൻ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ആദ്യത്തെ മാസത്തിലെ റെൻ്റായിരിക്കും നിങ്ങൾ ഒരു പക്ഷെ നാട്ടിൽ നിന്നേ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതല്ല ചില കേസസിൽ, ചില എക്സ്ട്രീം ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള കേസസിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും റൂം കിട്ടുന്നില്ല എങ്കിൽ ചില ആൾക്കാരൊക്കെ വരുന്നതിന് 1 മാസം മുന്നേ റൂം കണ്ടുപിടിക്കും. എന്നിട്ട് അവിടുത്തെ റെൻറ്റ് കൊടുക്കും, വന്നതിന് ശേഷം റെൻറ്റ് കൊടുക്കും. അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം റെൻറ്റ് കൊടുക്കലാണ് ഇവിടുത്തെ ഒരു ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയൊരു എക്സ്പെൻസ്. നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് റെൻറ്റ് കൊടുക്കണം. അതാണ് മേജറായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഷുറൻസ് ആണ്. ഇവിടെ നമ്മൾക്ക് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഞാൻ ചെയ്ത ബ്ലോക്ക്ഡ് അക്കൗണ്ട് എക്സ്പാട്രിയേറ്റ് ത്രൂ ആയിരുന്നു. അപ്പോൾ അതിൽ വാല്യൂ ആഡഡ് പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തത് TKD ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മാസവും കറക്റ്റായിട്ട് 125 യൂറോസ് എല്ലാ മാസവും അടുത്ത് കറക്റ്റായിട്ട് അത് വലിയും. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം റെൻറ്റും ഇൻഷുറൻസുമാണ് മേജറായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ്. നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് റേഡിയോ ബില്ല്. ജർമ്മനിയിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റേഡിയോ ബില്ല് പേ ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഓരോ അപ്പാർട്ട്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എത്ര മാസം കൂടുമ്പം അടയ്ക്കാം, അങ്ങനത്തെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് നിങ്ങൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്തൊരു ബില്ലാണ്. ബിക്കോസ് നിങ്ങളിത് മുടക്കി കഴിഞ്ഞാൽ ഫൈൻ ആകും. സോ ഫൈൻ ഇങ്ങനെ കൂടി ഇരിക്കും, അത് പ്രശ്നമാണ്. അപ്പോൾ റേഡിയോ ബില്ലാണ് അങ്ങനെ മസ്റ്റായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ 3 മാസം കൂടുമ്പോഴാണ് റേഡിയോ ബില്ല് അടയ്ക്കുന്നത്. അതായത് 3 മാസത്തിൻ്റെ റേഡിയോ ബില്ല് ആണ് ഞാൻ അടയ്ക്കുന്നത്. ഫസ്റ്റ് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, സിം കാർഡ് റിലേറ്റഡ് ആയിട്ടൊരു എക്സ്പെൻസ് വരും. അതായത് നിങ്ങളിപ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾ വന്നു കഴിയുമ്പം സിം കാർഡ്, ഇവിടുത്തെ നമ്പറിൽ ഒരു സിം കാർഡ് എടുക്കും. അപ്പോൾ ആ ഒരു സിം കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ട് എല്ലാ മാസവും നമ്മൾ ഒരു ബില്ല് പോലെ അടയ്ക്കണം. അല്ലാതെ അതും നിങ്ങൾ ഏത് സർവീസ് പ്രൊവൈഡറിനെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതും അനുസരിച്ചിരിക്കും. അത് എല്ലാ മാസവും കറക്റ്റായിട്ട് ആ ഒരു ബില്ലും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഫൈൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഗ്രോസറി, അതുപോലെ തന്നെ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. ആൻഡ് അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷോപ്പിങ്ങിന് അതനുസരിച്ച് സ്പെൻഡ് ആവും.
അപ്പം അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്കൊരു ഗ്രോസറിക്ക് ഒരു 100 to 200 മാക്സിമം ഒരു 100 to 200 ഒക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ. നിങ്ങളിപ്പോൾ അതിലും എന്താ പറയുക സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിലും സേവായി പൊക്കോളും. സോ അത് ഗ്രോസറി എനിക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് പിന്നെ വരുന്നൊരു എക്സ്പെൻസ്. ഇതിൻ്റെ എല്ലാ ഇടയിലൂടെ നമ്മുടെ തലയിലോട്ട് പോകുന്ന ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര സേവിങ്സ് ചെയ്യാം അതല്ലേ. അതായത് എത്ര സേവിങ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളിവിടെ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞു, നിങ്ങളിവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈം തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് ആക്സസ് ഉണ്ട്. അതായത് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് 934 യൂറോസ് കൃത്യമായിട്ട് വരും. ഓക്കെ, ഇനി ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ വന്ന ആ ഒരു മാസം തന്നെ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു 934 യൂറോസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ വരുന്ന അതായത് റെൻറ്റ് പിന്നെ ഇൻഷുറൻസും ആണ് നമുക്ക് ഒരു രീതിയിൽ മുടക്കാൻ പറ്റില്ലാത്ത 2 കാര്യങ്ങൾ. പിന്നെ റേഡിയോ ബില്ല്, അതിപ്പം 3 മാസത്തിലൊന്ന് വരുന്ന റേഡിയോ ബില്ല്, ഗ്രോസറി, ഇങ്ങനത്തെ എല്ലാ എക്സ്പെൻസും പിന്നെ പോകാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്നാണ്. ആൻഡ് എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ ജേർണി ആയിരിക്കും. സോ എൻ്റെ ഒരു പേഴ്സണൽ ജേർണിയിൽ സംഭവിച്ച കാര്യം, ഞാൻ വന്നു കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു മാസത്തിലെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയില്ലായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എന്താ പറയുക ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്നായിരുന്നു ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്നായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു വർക്ക് സ്റ്റുഡൻറ്റ് ജോബ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് പിന്നെയും എനിക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റിയത്. പക്ഷെ എന്നാലത്തേക്കും എൻ്റെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ സമയം കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉള്ള ഒരു സമയമാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബും കൂടെ കിട്ടുവാണെങ്കിൽ അതാണ് ബെസ്റ്റ് ടൈം. ബിക്കോസ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിൽ നിന്നും ഒരു ഇൻകം കിട്ടുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ബ്ലോക്ക്ഡ് അക്കൗണ്ടും ഇവിടെ സേഫ് ആയിട്ടുണ്ട്. നിങ്ങൾക്കത് സേവ് ചെയ്യുമോ നാട്ടിലോട്ട് അയക്കുമോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം ആയി. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ആൻഡ് ഇപ്പം ഇൻ കേസ് ഞാനിപ്പം ഇതിൽ മെൻഷൻ ചെയ്ത എന്തെങ്കിലും ഡീറ്റെയിൽസ്, എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബിലോ.